Hello students, we can move on to the next problem of testing convergence of a series. Show that sigma 3 into 6 into 9 into etc. 3n divided by 7 into 10 into 13 into etc. 3n plus 4 into x raised to n, where x greater than 0 converges for x less than or equal to 1 and diverges for x greater than 1. Here we have there is a symbol x in the term. Therefore, instead of using x1, x2, etc., xn plus 1 to write the terms of the series, we use y1, y2, etc., n plus 1. സാധാരണ xn plus 1 എന്നൊക്കെയാണ് n plus 1 ടേംസിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു x raised to n, x അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ നൊട്ടേഷൻ ഒന്ന് മാറ്റാം. അപ്പോൾ this is the nth term. Nth term is denoted by not by xn. Instead of writing xn to avoid the confusion about x raised to n, we write yn as the nth term. Yn equal to series in the nth term, 3 into 6 into 9 into etc. into 3n divided by 7 into 9 into 13 into etc. 3n plus 4. That depends on the value of n and also the value of x into x raised to n. This is the nth term. അപ്പോൾ ഈ കാണുന്ന അനുസരിച്ച് നിങ്ങൾക്കറിയാം yn plus 1 എഴുതിയാൽ ഇത്രയും 3 into 6 into 9 into 3n, പിന്നെ അതുകൂടെ 3n plus 3 into n ന് പകരം n plus 1 റീപ്ലേസ് ചെയ്യും. 3 into n plus 1 or 3n plus 3. അതുപോലെ ഡിനോമിനേറ്ററിൽ ഈ ടേംസ് റിപ്പീറ്റ് ചെയ്യും. ക്യാൻസലേഷൻ ഒരു സാധ്യതയുണ്ട്. റേഷ്യോ ടെസ്റ്റ് ആണ് ഇതിന് നല്ലത് എന്ന് ഇത്തരം ഫാക്ടോറിയൽസ് ഇതേപോലെയുള്ള റെപ്രസെന്റേഷൻസ് ഒക്കെ വരുമ്പോൾ റേഷ്യോ ടെസ്റ്റ് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. തിയറി നന്നായിട്ട് അറിഞ്ഞാലേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും പറയുകയാണ്, തിയറി പഠിക്കുക. നമുക്ക് ഉടനെ തന്നെ ഒരു സീരീസിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസത്തെ ക്ലാസ് കൊണ്ട് ഇത് ഏകദേശം എക്സാമ്പിൾസും നിങ്ങളുടെ സംശയങ്ങളും തീർത്തു തരാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം സീരീസിന് മാത്രമായിട്ടൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതുമാണ്. തിയറി പാർട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാലേ പ്രോബ്ലംസ് ചെയ്യത്തുള്ളൂ. റേഷ്യോ ടെസ്റ്റ്, ഡിഎൽഎംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ് ശരിക്കും അബ്സല്യൂട്ട് കൺവേർജൻസിനായിരുന്നു നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ടേംസ് എല്ലാം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുകൂടിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്. എല്ലാം പോസിറ്റീവ് ആണ്. മോഡുലസ് എടുക്കുമ്പോൾ അതേ ടേംസ് തന്നെയാണ് വരിക. അബ്സല്യൂട്ട് കൺവേർജൻസ് തന്നെയാണ്. അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റ് ഒരു പോസിറ്റീവ് ടേംഡ് സീരീസിനെ സംബന്ധിച്ച് സാധാരണ കൺവേർജൻസിനുള്ള ടെസ്റ്റ് ആയിട്ട് മാറും. കാരണം ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്, മോഡുലസ് എടുത്താലും അത് തന്നെയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഡിഎൽഎംബർട്ട്സ് റേഷ്യോ ടെസ്റ്റിൽ നിന്ന് നമ്മൾ കൊറോളറിയിൽ ടെസ്റ്റിനുള്ള മാർഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വി ഡിഫൈൻ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് xn plus 1 ഡിവൈഡഡ് ബൈ xn. സാധാരണ xn എന്നുള്ള സിമ്പിൾ ആണല്ലോ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ yn plus 1 by yn എന്ന് എഴുതും. ദെൻ സിഗ്മ xn ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ. ആ അബ്സല്യൂട്ട് കൺവേർജൻസ് നമ്മുടെ കൺവേർജൻസ് ആയിട്ട് മാറുകയും ചെയ്യും. ടേംസ് എല്ലാം പോസിറ്റീവ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് 3, 6, 9 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സും ആണ്. അപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അബ്സല്യൂട്ട് കൺവേർജൻ എന്നുള്ളതായി പോകും അങ്ങനെ ആകുമ്പോൾ. ആർ ലെസ് ദാൻ 1 വി ഒബ്റ്റെയിൻ കൺവേർജൻസ് ആൻഡ് കൺവേർജൻസ് എന്ന് തന്നെ ഈ കേസിൽ പറയാം. ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ 1 വി ഒബ്റ്റെയിൻ ഡൈവേർജൻസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ റേഷ്യോ, മോഡുലസിന്റെ റേഷ്യോ. മോഡുലസിനെ സംബന്ധിച്ച് നമുക്ക് പ്രാധാന്യമില്ല, പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട്. മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് xn plus 1 by xn എന്നുള്ളത് xn plus 1 by xn തന്നെ ആയി പോകും ഈ കേസിൽ. ഈ ആർ കണ്ടുപിടിക്കുക. ആർ ലെസ് ദാൻ 1 കൺവേർജൻസും ആർ ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജൻസും ആണ് ഡിഎൽഎംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ് വഴി നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. yn നമ്മൾ എഴുതിയിട്ടുണ്ട്. yn ഞാൻ വേറെ എഴുതണ്ട എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. yn plus 1 എന്ന് പറയുമ്പോൾ n-ന് പകരം n plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടത് yn plus 1 ഡിവൈഡഡ് ബൈ yn. yn plus 1 ഡിവൈഡഡ് ബൈ yn എഴുതാൻ പോവാണ്. yn plus 1 ഡിവൈഡഡ് ബൈ yn ആണ് എഴുതുക. yn plus 1 ആണ് ആദ്യം എഴുതുക. അപ്പൊ 3, 6, 9 etc. 3n into n-ന് പകരം n plus 1. 3 into n plus 1, that is 3n plus 3 എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഡിവൈഡഡ് ബൈ അതിന്റെ ഡിനോമിനേറ്ററിൽ 7 into 9 into 13 into 7 into 10 into 7 into 10 into 13 into etc.
3n plus 4 അടുത്ത ടേമും കൂടെ എഴുതണം. അപ്പോൾ n-ന് പകരം n+1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 3n plus 3 into n plus 1, 3n plus 3 plus 4, 3n plus 7 എന്നാവും. 7 into x raised to n-ന് പകരം n plus 1, x raised to n plus 1 all divided by y എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ടൈം 3, 6, 9, etc. 3n divided by 7, 10, 13, etc. 3n plus 4, 3n plus 4 into x raised to n എന്ന് ഇവിടെ വരും. അപ്പോൾ ക്യാൻസലേഷൻസ് നിങ്ങൾക്ക് അറിയാം. 3, 6, 9, 3n വരെ ക്യാൻസൽ ചെയ്യും. ഇവിടെ 7, 10, 13, 3n plus 4 വരെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? x raised to n plus 1 x raised to n ക്യാൻസൽ ചെയ്തിട്ട് ഒരു x ഉണ്ട്. 3n plus 3 into x divided by 3n plus 7 എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. yn plus 1 by yn equal to. നമുക്ക് റേഷ്യോ ടെസ്റ്റിന്റെ കൊറോളറി വെച്ച് R ഡിഫൈൻ ചെയ്യണം. R ഈക്വൽ ടു എന്താ ഡെഫിനിഷൻ? ലിമിറ്റ് മോഡുലസ് ഓഫ് xn plus 1 ആണ്. നമ്മൾ നമ്മുടെ ആവശ്യത്തിലേക്ക് ഇതിനെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ yn plus 1 by yn എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് മോഡുലസ്. ഈക്വൽ ടു ലിമിറ്റ് yn plus 1 yn ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് എഴുതണമെന്ന് പോലും ഇല്ല. അല്ലെങ്കിൽ ഇതിന്റെ മോഡുലസ് എടുക്കണ്ടേ? 3n plus 3 പോസിറ്റീവ് ആണ്, 3n plus 7 പോസിറ്റീവ് ആണ്, n നാച്ചുറൽ നമ്പർ പോസിറ്റീവ്, x ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മോഡുലസ് എടുത്താൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക. ഇനി ലിമിറ്റ് n tends to infinity, ടേംസ് ഓഫ് ദ സീരീസ് അല്ലേ, n tends to infinity. as n tends to infinity ഇപ്പൊ n ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാം നമുക്കതിനെ അറേഞ്ച് ചെയ്യാമെന്ന്. ലിമിറ്റ് n tends to infinity എന്നങ്ങ് എഴുതിക്കും. ലിമിറ്റ് n tends to infinity ഓഫ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് 3 plus 3 by n എന്ന് എഴുതാം, ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഹിയർ വി ഹാവ് 3n by n 3 plus 7 by n എന്നാവും into x. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും എല്ലാ ടേംസിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് as n tends to infinity 3 by n ആണ്. അത് 0യിലേക്ക് പോകും. 7 by n 0യിലേക്ക് പോകും. 3 by 3 1 into x. This is equal to x. അപ്പോൾ നമ്മളുടെ ഡിഎൽഎംബേർട്സ് റേഷ്യോ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന R x തന്നെയാണ്. എന്താ റേഷ്യോ ടെസ്റ്റിൽ പറയുക എന്നൊന്നുകൂടെ നോക്കിക്കോ. R ലെസ് ദാൻ 1ൽ കൺവേർജൻസും R ഗ്രേറ്റർ ദാൻ 1ൽ ഡൈവേർജൻസും ആണ്. ഇപ്പൊ നമ്മളുടെ R എന്താ? R ഈക്വൽ ടു x. Therefore when x less than 1 കൺവേർജൻസ്, x less than 1ൽ നമുക്ക് കൺവേർജൻസ് കിട്ടും. R ഈക്വൽ ടു x, R x ഈക്വൽ ആയതുകൊണ്ട് ഡിഎൽഎംബേർട്സ് റേഷ്യോ ടെസ്റ്റിൽ. x ഗ്രേറ്റർ ദാൻ 1 അബ്സല്യൂട്ട് കൺവേർജൻസ് തന്നെ ആയി. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോഡുലസ് എടുത്തിട്ട് ചെയ്യുന്നത്. ഇവിടെ മോഡുലസ് എടുത്താൽ ആ സീരീസിലെ ടേംസ് തന്നെ കിട്ടുക, ടേംസ് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റുകൾ നമുക്ക് പോസിറ്റീവ് ടേംഡ് സീരീസുകൾക്ക് അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റുകൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എക്സ് ഇതെല്ലാം പ്രൂഫിൽ നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. കൺവേർജസ് ഫോർ എക്സ് ലെസ് ദാൻ 1 നമുക്ക് കിട്ടിയുള്ളൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 1ൽ കൺവേർജൻസും എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഡൈവേർജൻസും ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു 1ൽ നമുക്ക് പ്രൂഫ് കിട്ടിയിട്ടില്ല. എക്സ് ഈക്വൽ ടു 1ൽ എന്ത് ചെയ്യണം? എക്സ് ലെസ് ദാൻ 1 ഇവിടെ ആയിട്ടുള്ളൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫ് എക്സ് ഈക്വൽ ടു 1 കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് രണ്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഫെയിൽ ചെയ്യുന്ന കേസിലൊക്കെ മുമ്പോട്ട് പോകുന്ന ടെസ്റ്റുകൾ കൂടുതൽ നല്ലതായിരിക്കും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ടെസ്റ്റുകൾ എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ടാണ് പുതിയ ടെസ്റ്റുകൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഇന്റഗ്രൽ ടെസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിവിടെ ഉപയോഗിക്കാൻ പാകത്തിനല്ല. ആ ഫംഗ്ഷൻ എക്സ്എന്നുകൾ ഇന്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ ഫോം അല്ല. അപ്പൊ നമുക്ക് ഫംഗ്ഷന്റെ ഫോം കണ്ടിട്ടാണ് ടെസ്റ്റ് തീരുമാനിക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് റാബീസ് ടെസ്റ്റ് ആണ്. റാബീസ് ടെസ്റ്റിന്റെ തിയറി അതാണ്, പക്ഷെ നമ്മളൊരു എ ഡിഫൈൻ ചെയ്തിട്ടാണ് കൊറോളറിയിൽ റാബീസ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പാകത്തിന് ഇട്ടിരിക്കുന്നത്. വി ഡിഫൈൻ എ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് n into 1 minus xn plus 1 വരെ നമ്മളിവിടെ yn plus 1 എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കും. 1 minus of yn plus 1 divided by yn മോഡുലസ്. മോഡുലസിന്റെ ആവശ്യം ഇവിടെ ഇല്ല, അത് പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട്.
And if A greater than 1, we obtain absolute convergence. Here it implies convergence since the terms are positive. And if A less than 1, നിങ്ങൾ ശ്രദ്ധിച്ചോണം, R less than 1ൽ കൺവേർജൻസ് ആയിരുന്നു മുമ്പിലെ റേഷ്യോ ടെസ്റ്റിൽ. ഇവിടെ ഇപ്പോൾ A greater than 1ലാണ് കൺവേർജൻസ്. അപ്പോൾ ടെസ്റ്റുകൾ അനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. തിയറി തറോ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഉപയോഗിക്കാൻ പോവുകയാണ്. എക്സ് ഈക്വൽ ടു 1ൽ നമുക്ക് കൺവേർജൻസോ ഡൈവേർജൻസോ റേഷ്യോ ടെസ്റ്റിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ഉപയോഗിക്കാൻ പോവുക? റാബീസ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. റാബീസ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എ ഡിഫൈൻ ചെയ്യണം. ഹിയർ എ ഈക്വൽ ടു ലിമിറ്റ് n into 1 മൈനസ് ഓഫ് xn plus 1 എന്നാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. yn plus 1 എന്ന് മാറ്റി എഴുതുക. ഈ എക്സ് റേസ് ടു എന്നുമായിട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രം. yn plus 1 by yn മോഡുലസ് എന്ന് തീരത്തിലുണ്ട്, അതങ്ങ് ഇട്ടേക്കുക. പക്ഷെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ആ മോഡുലസ് ആവശ്യം വരുന്നില്ല നമുക്ക്. ഹിയർ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് n into 1 മൈനസ് ഓഫ് yn plus 1 by yn തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണല്ലോ, അതല്ലേ? 3n plus 3 by 3n plus 7, 3n plus 3 ഡിവൈഡഡ് ബൈ 3n plus 7. മോഡുലസ് എടുത്താലും അത് തന്നെ കിട്ടും. എക്സ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു എക്സ് എന്നുള്ളതാണ് yn plus 1 ഡിവൈഡഡ് ബൈ yn. പക്ഷെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇതെന്താകും? ലിമിറ്റ് വിത്ത് എക്സ് ഈക്വൽ ടു 1. ഇഫ് എക്സ് ഈക്വൽ ടു 1ൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ റാബീസ് ടെസ്റ്റ് ഉപയോഗിക്കുക. വിത്ത് എക്സ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഈക്വൽ ടു 1 കൂടെ കൊടുത്താൽ ഇത് നമുക്ക് ലിമിറ്റ് n into 1 minus 3n plus 3 divided by n into 1 minus of 3n plus 3 divided by 3n plus 7 എന്ന് പറയാൻ പറ്റും. 3n plus 3 divided by 3n plus 7 equal to limit of n into 3n plus 7 minus 3n minus 3 divided by 3n plus 7 divided by 3n plus common denominator എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. n into this much. അപ്പോൾ 3n ക്യാൻസൽ ചെയ്യും. 7 minus 3 4 ഉള്ളൂ. 4n divided by 3n plus 1. ലിമിറ്റ് ഓഫ് 4n divided by n ഇവിടെ ഉണ്ടായിരുന്നു 3n plus 7 എന്നായി. 3n plus 7 ഈ സൈഡിലേക്ക് എഴുതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity. സീരീസിന്റെ ആണ്, ടേംസ് ഇൻഫിനിറ്റ് ആകുന്ന അനുസരിച്ച്. ലിമിറ്റ് n tends to infinity. ഞാൻ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 4 by ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന്. 3n divided by n 3 plus 7 by n എന്നാകും. സെന്റൻസ് ടു ഇൻഫിനിറ്റി 4 by n 7 by n 4 by n ഇല്ല, 4n divided by n, that is 4 only. ഇത് 4 മാത്രമേ ഉള്ളൂ. 4 divided by എന്ന് തെറ്റ് ചെയ്തു. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 divided by 7 by n tends to 0 and this is 4 by 3. 4 by 3 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. അപ്പൊ നമ്മുടെ a greater than 1 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ റേഷ്യോ ടെസ്റ്റിലെ പോലെയല്ല, റേഷ്യോ ടെസ്റ്റിൽ r less than 1ൽ കൺവേർജൻസ്, അബ്സല്യൂട്ട് കൺവേർജൻസും r greater than 1ൽ ഡൈവേർജൻസും ആണ്. ഇത് റാബീസ് ടെസ്റ്റിൽ a ഇങ്ങനെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നു, a greater than 1ൽ കൺവേർജൻസ്. ഇപ്പോൾ നമുക്ക് ഇഫ് എക്സ് ഈക്വൽ ടു 1 വി യൂസ് ഈ സീരീസിന്റെ എക്സ് ഈക്വൽ ടു 1ൽ മാത്രമായിട്ട് ഉപയോഗിച്ചതാണ് റാബീസ് ടെസ്റ്റ്. എക്സ് ഈക്വൽ ടു 1 at that particular case we get a greater than 1 and implies convergence of the series for x equal to 1. x equal to 1ൽ അങ്ങനെ നമുക്ക് കൺവേർജൻസ് കിട്ടുന്നു. അപ്പൊ നോട്ട്സ് ഇതേ നോക്കി എഴുതുന്നവര് ബാലൻസ് ഇവിടെയാണ്, അപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബാലൻസ് എന്ന് വിചാരിക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ 1ൽ കൺവേർജൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഈക്വൽ ടു 1ൽ കൺവേർജൻസ് ഇപ്പൊ കിട്ടി. The series is convergent if x less than or equal to 1 and diverges for x less than greater than 1. അപ്പോൾ മെത്തേഡ് എഫിഷ്യന്റ് ആകാത്ത സ്ഥലത്ത് പുതിയ മെത്തേഡിലേക്ക് പോവുക. റേഷ്യോ ടെസ്റ്റിനേക്കാൾ എഫിഷ്യന്റ് ആണ് റാബീസ് ടെസ്റ്റ്. പക്ഷെ എല്ലായിടത്തും അതൊന്നും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല.
ഇവിടെ x <1 വരെ നല്ലത് റേഷ്യോ ടെസ്റ്റ് തന്നെയാണ്. ഇത്തരം ടേംസ് കാണുന്ന